14-കാരന് ദാരുണാന്ത്യം. ചന്ദ്രാപിന്നി ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തുന്നതിനിടെ കാർ മറിഞ്ഞ് 14 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തി കയ്പമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് സദ്ദാം എന്നറിയപ്പെടുന്ന ഷെജീറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ചുവന്ന നിറത്തിലുള്ള ജിപ്സി വാഹനത്തിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ബീച്ചിൽ സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തുന്നതിനിടെയാണ് അരപ്പപ്പുഴയുടെ സമീപത്ത് വെച്ച് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷെഫീർ, അമീർ എന്നീ കുട്ടികളെയും വാഹനത്തിന്റെ പുറകിൽ കയറ്റി സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തുന്നതിനിടയിൽ വാഹനത്തിന്റെ പുറകിലുണ്ടായിരുന്ന ചാമക്കാല സ്വദേശി മുഹമ്മദ് സിനാൻ വാഹനത്തിനടിയിൽപ്പെട്ട് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്കുകളുടെ കാഠിന്യം മൂലം സിനാൻ മരണപ്പെട്ടു. മനുഷ്യജീവന് അപകടമുണ്ടാക്കുമെന്നറിഞ്ഞിട്ടും പ്രതി മനഃപൂർവ്വം സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തിയതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുട്ടിയുടെ ബന്ധുവായ മുഹമ്മദ് സലീം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപകടത്തിൽ ഉൾപ്പെട്ട വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI മാരായ ഋഷിപ്രസാദ് TV, ജയകുമാർ, GSI ജെയ്സൺ, CPOമാരായ ആന്റണി, ജോസഫ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു.